السلام عليكم. الحمد لله الذي أنزل آيات بينات وكتابا مبينا ولم يجعل له عوجا منه آيات محكمات هن أم الكتاب. اللهم صل وسلم وبارك على نبينا محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഖുർആൻ പഠനത്തിനെളുപ്പ വഴി ബേസിക് റിവിഷൻ തുടരുകയാണ്. ബേസിക് കോഴ്സിൻ്റെ റിവിഷൻ. ബേസിക് കോഴ്സ് കുറച്ചേ പഠിക്കാനുണ്ടെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ഒരു ഘട്ടമാണ്. ഇതിൽ നാം പ്രധാനമായും പഠിച്ച പല സംഗതികളും നാം റിവൈസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ റിവൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കർമ്മണി പ്രയോഗം. കർമ്മണി പ്രയോഗം പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു ഇതിൽ. നമ്മുടെ യൂണിറ്റ് 31 അത് സംഗ്രഹമായിട്ടാണ് നാം ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. നസറ സഹായിച്ചു, നുസിറ സഹായിക്കപ്പെട്ടു. ഇതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ 3 അക്ഷര ക്രിയകളാണ് ഉദാഹരണമായി ഇവിടെ എടുത്തു ചേർത്തിരിക്കുന്നത്. 3 അക്ഷര ക്രിയകളിലെ സുരക്ഷിത അക്ഷരങ്ങളുള്ള ക്രിയകളാണ്. ദുർബലാക്ഷരങ്ങളുള്ള ക്രിയകൾ പ്രത്യേകം നാം പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ഭാഗം നാം കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിൽ പ്രധാനപ്പെട്ട ഒരു പദമാണ് കാല പറഞ്ഞു, കീല പറയപ്പെട്ടു. അത് ഓർമ്മിച്ച് വെച്ചില്ല. അതാണ് ധാരാളമായി ഉപയോഗിക്കപ്പെടുക. കീല പറയപ്പെട്ടു. അപ്പോൾ കാലയുടെ കർമ്മണി പ്രയോഗമാണ് കീല. കാല പറഞ്ഞു, കീല പറയപ്പെട്ടു. അപ്പോൾ അതേപോലെ ദുർബലാക്ഷരങ്ങളടങ്ങിയ അല്ലെങ്കിൽ ഹംസ അടങ്ങിയ ഷദ്ദുള്ള ക്രിയകളിലൊക്കെ പ്രത്യേകതകളുണ്ട്. അത് ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കേണ്ടതാണ്. അതേസമയം 3 അക്ഷരങ്ങൾ മാത്രമുള്ള സുരക്ഷിത അക്ഷരങ്ങൾ, 3 അക്ഷരങ്ങളും 3 സുരക്ഷിത അക്ഷരങ്ങൾ മാത്രം അടങ്ങിയ ക്രിയകളെ സംബന്ധിച്ചിടത്തോളം 4 ഗ്രൂപ്പുകളാണല്ലോ ഉള്ളത്. ഈ 4 ഗ്രൂപ്പുകളിൽ നാം പഠിച്ചത് 4 ഗ്രൂപ്പുകളാണ്. ഈ 4 ഗ്രൂപ്പുകളിലും ഈ 4 ഗ്രൂപ്പുകളിലും ഒരേ നിയമം തന്നെയാണുള്ളത്. ഒരേ നിയമമാണ്. അപ്പോൾ മധ്യത്ത് പൂർണ്ണക്രിയയിൽ ഫത്തഹായിക്കോട്ടെ, കസ്റായിക്കോട്ടെ, ലമ്മായിക്കോട്ടെ ഒരു പ്രശ്നവുമില്ല. പൂർണ്ണക്രിയയിലായിരുന്നാലും അപൂർണക്രിയയിലായിരുന്നാലും കർത്തരി പ്രയോഗം അഥവാ ഫത്തഹ യഫ്തഹു പോലെ വരുന്ന കർത്തരി പ്രയോഗത്തിൽ എന്ത് അടയാളമായിരുന്നാലും, മധ്യത്തുള്ള അക്ഷരമാണല്ലോ മാറി മാറി വരുന്നത്. മധ്യത്തുള്ള അക്ഷരത്തിന്റെ അടയാളമാണ് മാറി മാറി വരുന്നത്. ആ മധ്യത്തുള്ള അക്ഷരത്തിന്റെ അടയാളം എന്ത് തന്നെ ആയിരുന്നാലും അതിനെ നുസിറ യുൻസറു ഫോമിലേക്ക് മാറ്റുക. അപ്പോൾ ഫത്തഹയാണെങ്കിൽ എന്ത് ചെയ്യണം? ഫുത്തിഹയാക്കണം. നസറയാണെങ്കിലും നുസിറയാക്കണം. ലറബയാണെങ്കിലും ദുരിബയാക്കണം. അവിടെയൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. സമിയാണെങ്കിലോ നേരത്തെ തന്നെ കസറുണ്ട്. സമിയാണെങ്കിലും സുമിയ ആക്കുക. അപ്പോൾ ഏത് ഗ്രൂപ്പാണെങ്കിലും അതിനെന്ത് ചെയ്യുക? ഒന്നാമത്തെ അക്ഷരത്തിന് ലമ്മ കൊടുക്കുക, മധ്യത്തെ അക്ഷരത്തിന് കസർ കൊടുക്കുക. ഇതാണ് പൂർണ്ണക്രിയയിലെ കർമ്മണി പ്രയോഗം. ഫത്തഹ ഫുത്തിഹയാകും, നസറ നുസറയാകും, ലറബ ദുരിബയാകും, സമിയ സുമിയാകും. പിന്നെ അതിൽ നമ്മൾ പഠിച്ച എല്ലാ രൂപങ്ങളും ഇതേ രീതി തന്നെയാണ്. ഫുത്തിഹ
ഫുത്യഹു, ഫുത്യഹത്ത, ഫുത്യഹത്തും, ഫുത്യഹത്തു, ഫുത്യഹന. അപ്പോ അല്ലെങ്കിൽ ഫുത്യഹത്ത് സ്ത്രീലിംഗം വരുമ്പോൾ ഫുത്യഹത്ത്. പൂർണ്ണക്രിയയിൽ എല്ലാത്തിലും ഒരേ രൂപം. അതേപോലെ തന്നെ അപൂർണക്രിയയിലും എല്ലാത്തിലും ഒരേ രൂപം. അപൂർണക്രിയയിൽ മധ്യത്ത് ഫത്തഹ യഫ്തഹു പോലെ ഫത്തഹ ആയിക്കോട്ടെ, നസറ യൻസുർ പോലെ ലമ്മ ആയിക്കോട്ടെ, ദറബ യദ്രിബ് പോലെ കസ്റ ആയിക്കോട്ടെ, സമിയ യസ്മഅ പോലെ നേരത്തെ ഫത്തഹ യഫ്തഹുവിലുള്ളത് പോലെ ഫത്തഹ ആയിക്കോട്ടെ. ഇപ്പോൾ ഫത്തഹ യഫ്തഹു പോലെ മധ്യത്ത് ഫത്തഹ ഉള്ളതാണെങ്കിലും സമിയ യസ്മഅ പോലെ മധ്യത്ത് ഫത്തഹ ഉള്ളതായിരുന്നാലും യുൻസറു രൂപത്തിലേക്ക് മാറ്റുക. യുൻസറു രൂപത്തിലേക്ക് മാറ്റുക. അപ്പൊ യുൻസറു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അക്ഷരത്തിന് അഥവാ അപൂർണക്രിയയ്ക്ക് വേണ്ടി ചേർക്കുന്ന അക്ഷരത്തിന് ലമ്മ കൊടുക്കുക, മധ്യത്തെ അക്ഷരത്തിന് ഫത്ത കൊടുക്കുക. അപ്പോ നസറ എന്നതിലെ മധ്യത്തെ അക്ഷരമാണ് നോക്കുന്നത് കേട്ടോ. പൂർണ്ണക്രിയയിൽ ഉണ്ടാകുന്ന മധ്യത്തെ അക്ഷരമാണ്. അപൂർണക്രിയയിൽ വരുമ്പോൾ അവിടെ ഏത് അക്ഷരമാണോ അല്ലെങ്കിൽ ആ അക്ഷരത്തിന് ഏത് അടയാളമാണോ അത് മാറ്റിയിട്ട് എന്ത് ചെയ്യണം? ഫത്ത കൊടുക്കണം. അപ്പോ നേരത്തെ യഫ്തഹുലും യസ്മഅലും ഒക്കെ നേരത്തെ തന്നെ ഫത്തഹ ഉണ്ട്, പ്രശ്നമില്ല. അത് ആദ്യത്തെ അക്ഷരത്തിന്റെ ലമ്മ കൊണ്ട് അറിയപ്പെടും. പിന്നെ അതിന്റെ കൺവെർഷൻ ഫോം ഏത് തന്നെ ആയിരുന്നാലും യുൻസറു, യുൻസറൂന, തുൻസറു, തുൻസറൂന, ഉൻസറു, നുൻസറു അതേ രൂപത്തിൽ മാറ്റും. പിന്നെ കൽപ്പനക്രിയയ്ക്കും വിരോധക്രിയയ്ക്കും വിരോധക്രിയയ്ക്കും ഈ ഘടനയിലല്ല കൽപ്പന വരുന്നത്, ഈ ഘടനയിലല്ല കർമ്മണി പ്രയോഗം വരുന്നത്. ഈ ഘടനയിലല്ല, അതിൽ വേറൊരു ഘടനയുണ്ട്. അത് തൽക്കാലം നമ്മൾ ഉയർന്ന ക്ലാസ്സിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ കൽപ്പനക്രിയയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റില്ല, അത് വേറെ പഠിക്കേണ്ടതാണ്. നമുക്ക് സീനിയർ ലെവലിലേക്ക് മാറ്റിവെക്കാം. പിന്നെയുള്ളത് കർത്താവ്, കർമ്മം, ക്രിയാധാതു. കർത്താവ്, കർമ്മം, ക്രിയാധാതു. കർത്താവിന് എന്ത് ചെയ്യുന്നില്ല? കർത്താവ് എന്ന് പറഞ്ഞാൽ കർത്തരി പ്രയോഗത്തിൻ്റെതാണ്. കർമ്മം എന്ന് പറഞ്ഞാൽ കർമ്മണി പ്രയോഗത്തിൻ്റെതാണ്. പക്ഷേ നമ്മൾ നേരത്തെ തന്നെ അത് പഠിച്ചിരിക്കുന്നത് കൊണ്ട് ഇതുമായിട്ട് മിക്സപ്പ് ചെയ്യണ്ട. ഇതുമായിട്ട് മിക്സപ്പ് ചെയ്താൽ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. പിന്നെ ക്രിയാധാതുവിനെ കർമ്മണി പ്രയോഗത്തിലേക്ക് മാറ്റുന്ന വിഷയമേ ഇല്ല. ഓക്കെ. പിന്നെയുള്ളത് രണ്ട് സ്ത്രീലിംഗ രൂപങ്ങളാണ്. സ്ത്രീലിംഗ രൂപങ്ങൾ ഞാൻ പറഞ്ഞു. ഫത്തഹത്ത് അവൾ തുറന്നു ആണെങ്കിൽ ഫുത്തിഹത്ത് അവൾ തുറക്കപ്പെട്ടു. അന്നബയിലുണ്ടല്ലോ ഫുത്തിഹത്തി സമാഉ ഫകാനത്ത് അബ്വാബ, ആകാശം തുറക്കപ്പെട്ടു, ഫകാനത്ത് അബ്വാബ, അങ്ങനെ അത് വാതായനങ്ങളായി തീരും എന്ന ഭാവികാലത്തിലെ ഒരു പ്രയോഗമാണ്. പക്ഷേ പ്രയോഗം എന്താണ്? ഭാഷയിൽ പൂർണ്ണക്രിയാരൂപത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഫുത്തിഹത്തി സമാഉ വഖുലിഖൽ ഖുലിഖ അഫല യൻദറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്, ഉദാഹരണം നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഇതാണ് കോമൺ പ്രിൻസിപ്പിൾ. 4 ഗ്രൂപ്പിനും ഒരേ ഘടനയാണ് ഉള്ളത്. വൈദ ഖുരിഅ അലൈഹിമുൽ ഖുർആനു, ഖറഅ വായിച്ചു, ഖുരിഅ വായിക്കപ്പെട്ടു. അതേപോലെ ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്. ഖുതില, ഇവിടെ ഖുതില എന്ന് പറഞ്ഞാൽ ഖുതിലയുടെ ഭാഷാർത്ഥം എന്താണ്? വധിക്കപ്പെട്ടു എന്നാണ്. പക്ഷേ അൽ ബുറൂജ് 4-ാം സൂക്തത്തിൽ വന്നിരിക്കുന്നത് അവർക്ക് നാശം എന്ന അർത്ഥത്തിലാണ്. എങ്കിലും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ഇവിടെ ഉദാഹരണം ഖുതില എന്ന ഖതല വധിച്ചു, ഖുതില വധിക്കപ്പെട്ടു, അതാണ് അതിന്റെ ഭാഷാർത്ഥം. അതേപോലെ ഫല്ലൻദുൽ ഇൻസാനു മിമ്മ ഖുലിഖ, അപ്പൊ ഖുലിഖ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെട്ടു. ഖലഖ സൃഷ്ടിച്ചു, ഖുലിഖ സൃഷ്ടിക്കപ്പെട്ടു. ഖുലിഖ മിമ്മ ഇൻ ദാഫിഖ്. വൈദൽ മുഹൂഷു ഹുശിറത്ത്, ഹശറ യഹ്ശുറു, ഹശറ ഒരുമിച്ച് കൂട്ടി, ഹുശിറ ഒരുമിച്ച് കൂട്ടപ്പെട്ടു, മഹ്ശർ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സ്ഥലം. വൈദൽ മൗഊദത്തു സുഇലത്ത്, സഅല ചോദിച്ചു, സുഇല ചോദിക്കപ്പെട്ടു, സുഇലത്ത് അവൾ ചോദിക്കപ്പെട്ടു.
ബിഅയ്യി ദംബിൻ ഖുത്തിലത്ത്, ഖുത്തില വധിക്കപ്പെട്ടു, ഖുത്തിലത്ത് അവൾ, അല്ല ഖത്തല വധിച്ചു, ഖുത്തില വധിക്കപ്പെട്ടു, ഖുത്തിലത്ത് അവൾ വധിക്കപ്പെട്ടു. ഇത് സുഹഫ് നുഷിറത്ത്, നഷറ വിടർത്തി അല്ലെങ്കിൽ പ്രകാശനം ചെയ്തു, നുഷിറ തുറക്കപ്പെട്ടു അല്ലെങ്കിൽ പ്രകാശനം ചെയ്യപ്പെട്ടു. അപ്പോൾ വൈദ സുഹഫ് നുഷിറത്ത് ഏടുകൾ തുറക്കപ്പെട്ടാൽ, അപ്പോൾ നഷറ വിടർത്തി പ്രദർശിപ്പിച്ചു അല്ലെങ്കിൽ പ്രകാശനം ചെയ്തു, നുഷിറത്ത് പ്രകാശനം ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ വിടർത്തപ്പെട്ടു തുറക്കപ്പെട്ടു, നുഷിറത്ത് അവൾ തുറക്കപ്പെട്ടു. ഫുത്തിഹത്തി സമാഉ ഫതഹ തുറന്നു, ഫുത്തിഹ തുറക്കപ്പെട്ടു, ഫുത്തിഹത്ത് അവൾ തുറക്കപ്പെട്ടു അല്ലെങ്കിൽ അത് തുറക്കപ്പെട്ടു. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കും, കതബ എഴുതി, കുതിബ എഴുതപ്പെട്ടു അല്ലെങ്കിൽ നിയമമാക്കപ്പെട്ടു. കുതിബ എന്ന് ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം എന്താണ്? നിയമമാക്കിയിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് കേട്ടോ, നിയമമാക്കപ്പെട്ടിരിക്കുന്നു. കതബ എഴുതി, കുതിബ എഴുതപ്പെട്ടു. അപ്പൊ ഇത്തരം പ്രയോഗങ്ങൾ നിങ്ങൾ ഖുർആൻ വായിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഈ കർമ്മണി പ്രയോഗത്തിൽ എന്തെങ്കിലും അവ്യക്തതയുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, അപ്പോൾ ഖുലിഖത് അവൾ സൃഷ്ടിക്കപ്പെട്ടു. വഇല സമാഇ കൈഫ റുഫിഅത്, റുഫിഅ ഉയർത്തപ്പെട്ടു, റഫഅ ഉയർത്തി, റുഫിഅത് ഉയർത്തപ്പെട്ടു. വഇലൽ ജിബാലി കൈഫ നുസിബത്ത്, നസബ നാട്ടി, നുസിബത്ത് നാട്ടപ്പെട്ടു. വഇലൽ അർദി കൈഫ സുതിഹത്, സതഹ പരത്തി, സുതിഹത്ത് പരത്തപ്പെട്ടു. ഓക്കെ, സംശയമില്ല. ഇനി നമ്മൾ ദുർബലാക്ഷരങ്ങൾ അടങ്ങിയ ക്രിയകൾ, ദുർബലാക്ഷരങ്ങൾ അടങ്ങിയ ക്രിയകൾ നമ്മൾ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത്, അതായത് പ്രിലിമിനറി 2ന്റെ അവസാന ഭാഗത്ത് പഠിച്ചിട്ടുണ്ട് ദുർബലാക്ഷരങ്ങൾ അടങ്ങിയ ക്രിയകൾ. അവിടെ മുതലാണ് നമ്മൾ റിവൈസ് ചെയ്യേണ്ടത്. കാരണം പഠനം ശരിയാണെങ്കിൽ അതേ ശരിയാവുള്ളൂ. പക്ഷേ പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോൾ പ്രാധാന്യം എവിടെയാണ്? പ്രാധാന്യം നമ്മൾ 25 മുതൽ 31 വരെ പഠിച്ച ക്രിയകൾക്കാണ്. അത് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള 25ാമത്തെ പാഠം മുതൽ 31ാമത്തെ പാഠം വരെ കൊടുത്തിരിക്കുന്നതാണ് പരീക്ഷയ്ക്ക് വരിക. പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് വജദ യജിദു, വജദയുടെ അപൂർണക്രിയ എന്താണ്? യജിദു. എന്ത് വന്നു? അപൂർണക്രിയയിൽ മധ്യത്ത് ലമ്മു അല്ല, മധ്യത്ത് കസ്ർ വന്നു, യജിദു. അപ്പോൾ വജദ യജിദു എന്ന് വന്നാൽ, മധ്യത്ത് കസ്ർ വന്നാൽ അടിസ്ഥാനപരമായി ഏത് ഗ്രൂപ്പിൽപ്പെട്ടതായിരിക്കും? നമ്മൾ നാലാലൊരു മദ്ഹബിനെ കുറിച്ച് പറഞ്ഞ ഓർമ്മയുണ്ടോ? എന്തിനാ നാലാലൊരു മദ്ഹബിനെ കുറിച്ച് പറഞ്ഞത്? നമ്മൾ ഷാഫി, ഹനഫി, അംബലി, മാലിക് എന്ന് പറയും. എന്ന് പറഞ്ഞതുപോലെ ഫതഹ, യഫ്തഹു, നസറ, യൻസുറു, ദറബ, യദ്രിബു, സമിഅ, യസ്മഉ 4 ഗ്രൂപ്പ്. ദുർബലാക്ഷരം അടങ്ങിയ ക്രിയയായിരുന്നാലും, ശ്രദ്ധടങ്ങിയ ക്രിയയായിരുന്നാലും, ഹംസ അടങ്ങിയ ക്രിയയായിരുന്നാലും ഇതിനെയൊക്കെ വേറെ അതെല്ലാം വേറൊരു കാറ്റഗറി ആയിരിക്കെ തന്നെ നേരത്തെ പറഞ്ഞ നാലാലൊരു കാറ്റഗറിയിൽ, നാലാലൊരു ഗ്രൂപ്പിൽ പെട്ടതായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ വജദ യജിദു ഏത് ഗ്രൂപ്പിൽപ്പെട്ടതാണ്? ദറബ, യദ്രിബു ഗ്രൂപ്പിൽപ്പെട്ടതാണ്. അപ്പൊ എപ്പോഴും ദുർബലാക്ഷരം തുടക്കത്തില വന്നത് ലറബ, യദ്രിബു പോലെ ആയിക്കൊള്ളണം എന്നില്ല. പക്ഷെ ഇവിടെ നമ്മുടെ ഈ ബേസിക് തലത്തിൽ പഠിച്ചിരിക്കുന്നത് വജദ യജിദുവും വഅദ യഈദുമാണ്. ഇത് രണ്ടും എന്താണ്? ഒരേപോലെ ലറബ, യദ്രിബു ഗ്രൂപ്പിൽപ്പെട്ടതാണ്. പ്രിലിമിനറി 2ലാണ് പഠിച്ചത് അത്. ഓക്കെ, പിന്നെ ഉള്ളത് കാലയും കാനയും.
കാലയും കാനയും. അവിടെ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് വ്യക്തമാകും. അപ്പോൾ വജ്ജത യജിദ് ഒരു സംശയമില്ലല്ലോ. വജ്ജത യജിദു, വജ്ജതയും വഅദയും ഒരേപോലത്തെ ക്രിയകളാണ്. പക്ഷേ വജ്ജതയുടെ ക്രിയാധാതു വുജൂദ് എന്നും വഅദയുടെ ക്രിയാധാതു വഅദുൻ എന്നുമാണ്. അത് മാത്രമേ വ്യത്യാസമുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. കാല വരുമ്പോൾ മധ്യത്തെ അക്ഷരം വന്നു, അലിഫ് വന്നു. മധ്യത്തെ അലിഫിനെ വന്നാൽ, മധ്യത്ത് അലിഫിനെ കണ്ടാൽ ഒറിജിനലി അത് അലിഫല്ല കേട്ടോ. തൽക്കാലം അങ്ങനെ മനസ്സിലാക്കിയിരുന്നാൽ മതി. മധ്യത്ത് അലിഫിനെ കണ്ടാൽ അത് ഒറിജിനൽ അലിഫല്ല. ഒറിജിനലി അതെന്തല്ല, ഒറിജിനൽ അലിഫ് എന്നല്ല, ഒറിജിനലി അത് അലിഫല്ല. യഥാർത്ഥത്തിൽ അത് അവിടെ അലിഫല്ല വരേണ്ടത്. ഓക്കെ. അപ്പൊ കാല വരുമ്പോൾ യഖൂലു എന്നാണ് അതിൻ്റെ അപൂർണക്രിയ വരുന്നത്. കാന വരുമ്പോഴും യകൂനു എന്നാണ് വരുന്നത്. ഖാഫ് വന്നപ്പോഴോ, ഖാഫയുടെയും അലിഫ് മധ്യത്തെ അലിഫാണല്ലോ. ഖാഫ് വന്നപ്പോഴെന്ത് വന്നു? ഖാഫ യഖാഫു എന്ന് വന്നു. അപ്പോൾ മധ്യത്തെ അലിഫ് വന്നതുകൊണ്ടല്ല കാല യഖൂലു ആയത്, അല്ലെങ്കിൽ കാന യകൂനു ആയത്. കാല യഖൂലു കാന യകൂനു ശരിയാണ്. അതേസമയം ഖാഫയാണെങ്കിൽ യഖാഫു ആണ്. ഖാഫ് യഖാഫു ആണ്. ഖാഫ് യഖാഫു ആണ്. ഇനി അതിൻ്റെ കൂടെ അതായത് കാല യഖൂലു പഠിച്ചു, കാന യകൂനു പഠിച്ചു, ഖാഫ യഖാഫു പഠിച്ചു. ഖാഫ യഖാഫു. അപ്പോൾ കാല യഖൂലു എന്ന് വാവിൽ വരും, ഖാഫ യഖാഫു എന്ന് അപൂർണക്രിയ അലിഫിൽ വരും. എന്നാൽ പിന്നെ അപൂർണക്രിയയിൽ ബാക്കി എന്തുണ്ട്? കാല യഖൂലു വാവ്, കാല ഖാഫ യഖാഫു അലിഫ്, പിന്നെ ബാക്കി ഏതുണ്ട്? യായുണ്ട്. സാദ യസീദു, സാദ യസീദു. അത് അങ്ങനെ മാത്രം എഴുതി വെച്ചാൽ അതിന് ഡീറ്റെയിൽ പഠിക്കണ്ട. ഒരു കൗതുകത്തിന് വേണ്ടി മാത്രം പറഞ്ഞു തന്നേ ഉള്ളൂ. കൗതുകത്തിന് വേണ്ടി മാത്രം അങ്ങനെ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് പഠിക്കാം. അങ്ങനെയും വരാം. കാല യഖൂല് പോലെ വാവ് വരാം, കാന ഖാഫ് യഖാഫ് പോലെ അലിഫ് വരാം, സാദ യസീദ് പോലെ യാഉം വരാം. ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. പരീക്ഷയ്ക്ക് വേണ്ടി ഉൾപ്പെടെ പഠനമല്ല കേട്ടോ. അപ്പോ മധ്യത്തെ അലിഫ് വന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോ ഒരു കാര്യം കൂടി, കാല യഖൂലു എന്ന് വന്നതുകൊണ്ട് അപൂർണക്രിയയിൽ യഖൂലു എന്ന് വന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു? കൽപ്പനക്രിയയിൽ ഖുൽ എന്നാണ് വരിക. ഖാഫ യഖാഫു എന്ന് വരുന്നത് കൊണ്ട് കൽപ്പനക്രിയയിൽ എന്ത് വരും? ഖഫ് എന്ന് വരും. അപ്പൊ സാദ യസീദു എന്ന് വന്നാലോ കൽപ്പനക്രിയ എന്തായിരിക്കും? എല്ലാവരും ഉണർന്നിരിക്കുകയല്ലേ? കാണാത്തോണ്ട് ഇടയ്ക്കിടയ്ക്ക് ചോദ്യം ചോദിക്കുന്നതല്ലാണ്. സാദ യസീദു എന്തായിരിക്കും? കാല യഖൂലു ഖുൽ, ഖാഫ് യഖാഫു ഖഫ്, സാദ യസീദു. സാദ യസീദു എല്ലാവർക്കും വളരെ ആകാംക്ഷയോടുകൂടി പറയുന്ന ഒരു സംഭവമാണ്. സാദ യസീദുവിൻ്റെ കൽപ്പന എല്ലാവർക്കും അറിയാം. പക്ഷേ അറിയാം എന്നത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? അറിവ് യഥാവിധി പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല. സാദ യസീദുവിൻ്റെ കൽപ്പനക്രിയ പറയൂ, കമന്റ് പ്ലീസ്.
കാല യക്കൂലുവിന്റെ കൽപ്പനക്രിയ കുൽ, ഖാഫ് യഖാഫുവിന്റെ കൽപ്പനക്രിയ ഖഫ്. അങ്ങനെയാണെങ്കിൽ ജാദ യസീദുവിന്റെ കൽപ്പനക്രിയ ബാദുഷായിരിക്കും പറഞ്ഞിരിക്കുന്നത്. മാഷാ അല്ലാഹ്, എന്റെ ഇമാജിനേഷൻ തെറ്റിയിട്ടില്ല. ബാദുഷ പറഞ്ഞു സിദ്, സുൽഫിക്കർ അലിയും പറഞ്ഞു സിദ്. വേറെ ഒരുപാട് പേര് പറയാൻ കാത്തിരിക്കുന്നുണ്ട്. അവർ ടൈപ്പ് ചെയ്യാത്തത് കൊണ്ട് ആൻസർ ഇവിടെ എത്തിയില്ല. ഓക്കെ, സിദ് ഉപയോഗിച്ച് എന്തെങ്കിലും നമ്മൾ പറയാറുണ്ടോ ഡെയിലി, അല്ലെങ്കിൽ വല്ലപ്പോഴും കൂടിയെങ്കിലും? അതെന്താണ്? ഇല്ലെങ്കിൽ എല്ലാവരും പറയണം കേട്ടോ ഡെയിലി. എന്താ പറയേണ്ടത്? പടച്ചോനെ എനിക്ക് വിജ്ഞാനം, രക്ഷിതാവേ എനിക്ക് വിജ്ഞാനം വർദ്ധിപ്പിച്ച് തരണമേ എന്ന് പറയാറില്ലേ? എന്താ പറയുന്നത്? എൻ്റെ രക്ഷിതാവേ എനിക്ക് നീ വിജ്ഞാനം വർദ്ധിപ്പിച്ച് തരണമേ എന്ന് പറയാറുണ്ടല്ലോ. എന്താ പറയുന്നത്? റിവിഷനാണ്, ഇത്രയും സമയം എടുത്താൽ ശരിയാവില്ല. റബ്ബി സിദ്നി ഇൽമൻ. അപ്പൊ സിദ് നീ വർദ്ധിപ്പിച്ചു തരണമേ. റബ്ബി സിദ്നി ഇൽമൻ, എനിക്ക് നീ വിജ്ഞാനം വർദ്ധിപ്പിച്ചു തരണമേ. അപ്പൊ സാദ യസീദു, സാദ വർദ്ധിപ്പിച്ചു, വർദ്ധിച്ചു എന്നും വർദ്ധിപ്പിച്ചു എന്നും അർത്ഥം വരും കേട്ടോ. റബ്ബി സിദ്നി ഇൽമൻ, അതും ബാദുഷാ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ബാദുഷാ ടൈപ്പ് ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയെന്നേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ കൗതുകത്തിന് വേണ്ടി പറഞ്ഞെങ്കിലും നമുക്ക് ഉപയോഗപ്പെടുന്ന സംഭവമാണ്. അപ്പോ കാല 1719 പ്രാവശ്യവും കാന 1361 പ്രാവശ്യവും ഖുർആനിൽ വന്നിരിക്കുന്ന രണ്ട് ക്രിയകളാണ്. ഒരുപക്ഷെ ഖുർആനിൽ ഏറ്റവും അധികം വന്നിരിക്കുന്ന ക്രിയ കാലയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. 1719 പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഖാഫ കഴിഞ്ഞു. പിന്നെ ഉള്ളത് എന്താണ്? ദുർബലാക്ഷരം അവസാനം വന്ന ക്രിയ. ദുർബലാക്ഷരം അവസാനം വന്ന ക്രിയ രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, ദുർബലാക്ഷരം അലിഫിൽ തന്നെ എഴുതുന്നത്. രണ്ട്, ദുർബലാക്ഷരം യാന്റെ ഷേപ്പിൽ എഴുതുന്നത്. അതായത് അലിഫ് യാന്റെ ഷേപ്പിൽ എഴുതുന്നത്. ഓക്കെ, അപ്പോ ദഅ അലിഫിന്റെ ഷേപ്പിലാണ് എഴുതുന്നത്. അലിഫിന്റെ ഷേപ്പ് കണ്ടാൽ മനസ്സിലാക്കേണ്ടത് അതിന്റെ അപൂർണ ക്രിയയിൽ വാവായിരിക്കും എന്നാണ്. യദ്ഉ, ദഅ യദ്ഉ. യാന്റെ ഷേപ്പ് കണ്ടാൽ മനസ്സിലാക്കേണ്ടത് അപൂർണ ക്രിയയിൽ യാ ആയിരിക്കും. ഹദാ യഹ്ദി, ഹദാ യഹ്ദി. ഇതിനാണ് അവിടെ അലിഫ് എഴുതുന്നതും ഇവിടെ യാന്റെ ഷേപ്പ് എഴുതുന്നതും. ക്ലിയർ? ഹദാ യഹ്ദി. അപ്പൊ ദഅ വരെ പഠിക്കുമ്പോൾ അത് പ്രിലിമിനറി 2ന്റെ ഭാഗം തീർന്നു. പിന്നെ ഹദാ മുതൽ ബേസിക്കിന്റെ ആണ്. ഹദാ യഹ്ദി. ഹദാ യഹ്ദി പോലെ തന്നെയാണ് ജസാ യജ്സി. അപ്പോ ഹദായുടെ ക്രിയാധാതു ആണ് എന്ത്? ഹദായുടെ ക്രിയാധാതുവാണ് ഹുദൻ. വഹിദായത്തുൻ. അപ്പൊ ഹുദൻ എന്ന് പറയുമ്പോൾ രണ്ട് ഫത്തഹ ഇട്ടിട്ട് യാന്റെ ഷേപ്പിൽ അലിഫിടണം. ഹുദൻ കേട്ടോ. ഹിദായത്തുൻ എന്നും ക്രിയാധാതു ഉണ്ട്. ഹുദൻ എന്നും ഹിദായത്തുൻ എന്നുണ്ട്. ഖുർആനിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹുദൻ എന്നാണ്. ഹിദായത്തിനൊന്നും പറയാം. അതൊന്ന്. രണ്ടാമത് ദഅ പോലെ ദഅ ആയിരുന്നാലും ജസ ആയിരുന്നാലും ഹദ ആയിരുന്നാലും റളിയ ആയിരുന്നാലും ദുർബലാക്ഷരം അവസാനം വന്ന ക്രിയകളുടെ അല്ലെങ്കിൽ അവസാനം വരുന്ന ക്രിയകളുടെ കർത്താവിന്റെ രൂപം എന്തായിരിക്കും? കർത്താവിന്റെ രൂപത്തിന് കസ്റ തൻവീനിട്ടാണ് എഴുതേണ്ടത്. അവസാനത്തെ ദുർബലാക്ഷരം ഉണ്ടാവില്ല. ദഅ ദാഇൻ, അതേപോലെ ജസ ജാസിൻ, ഹദ ഹാദിൻ,
റദിയ, റാദിൻ. ഇതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതേപോലെ ക്രിയാധാതു എഴുതുമ്പോൾ ദഅയുടെ ക്രിയാധാതു ദുആഉൻ വ ദഅവത്തുൻ രണ്ടുണ്ട് കേട്ടോ. ദുആഉൻ വ ദഅവത്തുൻ രണ്ട് നമ്മൾ ടേബിൾ തന്നിട്ടുണ്ടോ? ദുആ എന്ന് മാത്രമേ ഉള്ളെങ്കിൽ ദഅവത്ത് എന്നുകൂടെ പഠിച്ചോളണം കേട്ടോ. ദഅവത്തിന് രണ്ടർത്ഥമുണ്ട്. ദഅയുടെ ക്രിയാധാതുവാണ് ദഅവത്ത് കേട്ടോ. ദഅവത്തുൻ എന്ന് ദഅയുടെ ക്രിയാധാതു ദഅവത്തുൻ എന്നാണ്. ദുആഉൻ എന്നും ക്രിയാധാതു ഉണ്ട്. ദഅവത്തിനെന്നും ക്രിയാധാതു ഉണ്ട്. ഇപ്പൊ ദഅവത്തുൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദഅവത്തിന് ക്ഷണം എന്നും അർത്ഥമുണ്ട്, അതേപോലെ വിളി എന്നും അർത്ഥമുണ്ട്, പ്രാർത്ഥന എന്നും അർത്ഥമുണ്ട്, പ്രബോധനം എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോ ദഅവത്തുൻ ലഹു ദഅവത്തുൽ ഹഖ്, ന്യായമായും യാഥാർത്ഥ്യമായും പ്രാർത്ഥന അവനുള്ളതാണ് എന്ന് പറഞ്ഞിടത്ത് എന്ത് ദഅവത്തുൻ എന്നാ പറഞ്ഞത്. അപ്പൊ ദഅവത്തിന് പ്രാർത്ഥന എന്നും അർത്ഥമുണ്ട് കേട്ടോ, പ്രബോധനം എന്നും അർത്ഥമുണ്ട്. ദുആഇനും വിളിയെന്നും അത് പ്രാർത്ഥന എന്നൊക്കെ അർത്ഥമുണ്ട്. അത് ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഹദായുടെ ക്രിയാധാതു എഴുതുമ്പോൾ എന്താ എഴുതേണ്ടത്? ഹുദൻ എന്ന് ഫത്തഹ തൻവീൻ ഇട്ടിട്ടാണ് എഴുതേണ്ടത്. ഹുദൻ ഫത്തഹ തൻവീൻ ഇട്ടിട്ടാണ് എഴുതേണ്ടത്. ഫത്തഹ തൻവീനിന് സപ്പോർട്ടായിട്ട് അലിഫ് അല്ല വരുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ അതിൻ്റെ യാന്റെ ഷേപ്പിലാണ് അലിഫ് എഴുതേണ്ടത്, ഹുദൻ. അതേപോലെ തന്നെ ജസായുടെ ക്രിയാധാതു വരുമ്പോൾ ജസാഉൻ എന്നാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് അത് ഇവിടെ പരാമർശ വിഷയമല്ല, സംസാര വിഷയമല്ല അത്. റളിയയുടെ വരുമ്പോഴോ, റളിയയുടെ വരുമ്പോൾ അവിടെ എന്ത് എഴുതണം? റളിയയുടെ വരുമ്പോൾ റിളൻ എന്നാണ്. അവിടെയും ഹുദൻ എന്ന് എഴുതിയതുപോലെ തന്നെ റിളൻ എന്ന് എഴുതണം കേട്ടോ. റിളൻ അത് ഈ ഭാഗത്ത് ചേർത്തിട്ടില്ല. നമ്മൾ യഥാർത്ഥത്തിൽ അത് റളിയ 26-ാമത്തെ പാഠത്തിലുണ്ട്. 26-ാമത്തെ ലെസണിൽ റളിയ ചേർത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം റിളൻ എന്നെന്താണ്. റിളൻ എന്ന് അലിഫിട്ടും എഴുതാം, അതേപോലെ അലിഫ് യാന്റെ ഷേപ്പിലുള്ള ഇതും എഴുതാം കേട്ടോ. ഇവിടെ ടെക്സ്റ്റിൽ നമ്മൾ അലിഫിട്ടിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ അതിന് ക്രിയാധാതു റിദ്വാനുൻ എന്നാണ്. റിദ്വാനുൻ എന്നാണ് ക്രിയാധാതു. റിദ്വാനുൻ എന്നും പറയാം, റിളൻ എന്നും പറയാം, റിദ്വാനുൻ എന്നും പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ദുർബലാക്ഷരങ്ങൾ ഉള്ളതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു കൊള്ളണം. പിന്നെ ഉള്ളത് അമറ, അക്കല, സഅല എന്നീ 3 ക്രിയകൾ. അമറ, അക്കല, സഅല. അമറ, അക്കല, സഅല. അമറയില് ഹംസ് തുടക്കത്തിൽ വന്ന ക്രിയയാണ് അമറ. അമറ. അപ്പോ അമറ, അക്കല, അമറയും അക്കലയും ഒരേപോലെയാണ്. ദുർബല ഹംസ് തുടക്കത്തിൽ വന്നുകൊണ്ട്. അതുകൊണ്ട് മാത്രമല്ല അമറ യഅ്മുറു എന്നും
അക്കല യഅ്കുലു എന്നുമാണ് ലമ്മാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് നസ്ര ഗ്രൂപ്പിൽപ്പെട്ടതാണ്. എപ്പോഴും ഹംസ് വരുന്നതൊക്കെ ഇതേപോലെ ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, ഹംസ് വരുന്ന മറ്റൊരു ക്രിയ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നില്ല. എന്തായിരുന്നാലും അമറയും അക്കലയും നസ്ര ഗ്രൂപ്പിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അമറ യഅ്മുറു അക്കല യഅ്കുലു എന്ന് വരുന്നത് കൊണ്ട് കൽപ്പനക്രിയ മുർ എന്നും അക്കല യഅ്കുലുവിൻ്റേത് കുൽ എന്നുമാണ്. അതേപോലെ രണ്ട് സ്ഥലത്തും ഞാൻ പ്രവർത്തിക്കുന്നു എന്ന് വരുന്നിടത്ത് ആമറു ഞാൻ കൽപ്പിക്കുന്നു, അതേപോലെ ആക്കുലു ഞാൻ തിന്നുന്നു എന്നിടത്ത് രണ്ട് സ്ഥലത്തും ഹംസിന് ഫത്തഹ ഇട്ടിട്ട് ഒരു ദീർഘം ഇട്ടാലും മതി, അല്ലെങ്കിൽ അലിഫിന്റെ മുകളിൽ ഒരു ദീർഘത്തിന്റെ അടയാളം ഇട്ടാലും മതി. രണ്ട് രീതിയിലും എഴുതാറുണ്ട്. ഇതെല്ലാം എന്താണ് ഈ രണ്ട് രീതിയിൽ എഴുതാറുള്ളതെന്ന് പറഞ്ഞത് അറബി ഡിക്റ്റേഷൻ മെത്തേഡ് എന്നാണ് അതിന് പറയുന്നത്. അറബി സാധാരണഗതിയിലുള്ള സാധാരണ സ്റ്റാൻഡേർഡ് അറബിക്കാണ്. ഖുർആനിക് അറബി വരുമ്പോൾ അലിഫിന്റെ മുകളിൽ അലിഫ് ഇടുന്ന ഇവിടെ കാണിച്ചിരിക്കുന്ന ആമറുൻ പോലെ എഴുതാൻ പറ്റില്ല. ഹംസ് താഴത്ത് എഴുതിയിട്ട് ഹംസിന്റെ അടിയിലൊന്നും ഉണ്ടാവില്ല. അങ്ങനെ എഴുതിയിട്ട് എന്ത് ചെയ്യണം, മുകളിൽ ഫത്തഹ ഇട്ടിട്ട് ഒരു അലിഫ് ഇടണം. അതാണ് ഉസ്മാനി സ്ക്രിപ്റ്റ്. അതുപോലെ അക്കല യഅ്കുലു, അതേപോലെ ഇതിന്റെ ക്രിയാധാതുവും ഒരേപോലെ തന്നെയാണ്. എല്ലാത്തിൻ്റെയും ക്രിയാധാതു ഒരേപോലെ വരാറില്ലല്ലോ സാധാരണ. ഇവിടെ ആ ഹംസ് അടങ്ങിയ ക്രിയയുടെ അക്കലയുടെയും അമറയുടെയും ക്രിയാധാതു ഒരേപോലെയാണ്. അക്കല യഅ്കുലു ആക്കിലുൻ മഅ്കുലുൻ അക്കിലുൻ, അതേപോലെ അമറ യഅ്മുറു ആമിറുൻ മഅ്മുറുൻ അംറുൻ എന്നാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് രണ്ട് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പിന്നെ പരാമർശിക്കേണ്ടത് അത്ത എന്ന ക്രിയ. അത്ത എന്ന ക്രിയ നേരത്തെ അതിനോടൊപ്പം പറയാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, അക്കല യഅ്കുലു പോലെ അമറ യഅ്മുറു പോലെ അത്ത യഅ്തി എന്താണ് ഹംസ് തുടക്കത്തിൽ വന്ന ക്രിയയാണ്. പക്ഷേ അല്ലെങ്കിൽ അത്ത എന്ന ക്രിയ ഡബിൾ VIP ആണ്. കാരണം അതിൽ ദുർബലാക്ഷരം കൂടിയുണ്ട്, ഹംസ് ഉണ്ട്, അതുകൂടാതെ ദുർബലാക്ഷരം കൂടി വന്നിട്ടുണ്ട്. അപ്പോ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഹംസ് മാത്രം വന്നപ്പോൾ അക്കല യഅ്കുലു അതിന്റെ കൽപ്പന എന്ത് വന്നു, കുൽ എന്ന് വന്നു. അപ്പോൾ ഹംസ് ഇല്ല, അല്ലെങ്കിൽ ഈ ഒന്നുമില്ല, കൽപ്പന ക്രിയയ്ക്ക് വേണ്ടിയുള്ള ഈ ഒന്നുമില്ല. കുല്ലെന്നും അക്കല യഅ്കുലുവിൻ്റേത് കുല്ലെന്നും അമറ യഅ്മുറുവിൻ്റേത് മുർ എന്നും വന്നു. അപ്പോൾ അത്ത യഅ്തിയുടെ കൽപ്പന ക്രിയ എന്തായിരിക്കും വരിക? അതാണ് വിഷയം. അവിടെ എന്ത് ചെയ്തു, അവിടെ ദുർബലാക്ഷരം അവസാനം വന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവിടെ ഒരു ചെറിയൊരു പ്രത്യേകതയുണ്ട്. അപ്പോ അത്ത യഅ്തിയുടെ കൽപ്പന ഈത്തി എന്നാണ് നമ്മൾ പറഞ്ഞു പഠിക്കുന്നത്. ഈത്തി അത്ത യഅ്തി ഈത്തി നീ വരൂ, ഈതൂ നിങ്ങൾ വരൂ. അതേസമയം അത്ത യഅ്തി പഠിപ്പിച്ചപ്പോൾ നമ്മൾ പ്രത്യേകം പഠിപ്പിച്ചിരുന്നു, അത്തായുടെ മുമ്പ് വേറൊരെണ്ണം ചേർത്ത് വായിക്കുമ്പോൾ, അത്തായുടെ മുമ്പ് വേറൊരെണ്ണം ചേർത്ത്, അല്ലെങ്കിൽ വായോ ഫായോ ചേർന്ന് വന്നാലും അങ്ങനെ തന്നെയാണ്. വഅ്തൂനി, ഈ തൂനി എന്നല്ല പറയുന്നത്, ഈ തൂനി എന്നല്ല, വഅ്തൂനി. അപ്പോ എന്താണ്, യായ്ക്ക് പകരം ഹംസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. വഅ്തൂനി. ഫഅ്തി എന്നും വന്നിട്ടുണ്ട് ഖുർആനിൽ തന്നെ. ഫഅ്തി ബി ആയത്തിൻ, നീ ഒരു ദൃഷ്ടാന്തം കൊണ്ടുവരൂ. ഈ തൂനി എന്ന് തുടങ്ങുന്നിടത്ത് എന്താണ്, വായും ഫായും ഇല്ലെങ്കിൽ ഈ തൂനി എന്നാണ് വരിക. വാ ചേർന്ന് വന്നപ്പോൾ എന്ത് ചെയ്തു, വഅ്തൂനി ബി അഹ്ലിക്കും അജ്മഈൻ, സൂറത്ത് യൂസുഫിൽ വരുന്നുണ്ട്. വഅ്തൂനി, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരൂ, ബി അഹ്ലിക്കും അജ്മഈൻ, നിങ്ങളുടെ കുടുംബങ്ങളെല്ലാം കൂട്ടിക്കൊണ്ട്. അപ്പൊ ഇതാണ് അത്തായുടെ പ്രത്യേകത. അതേപോലെ തന്നെ
റാലിൻ ഹാദിൻ എന്നൊക്കെ പറയുന്നത് പോലെ ദുർബലാക്ഷരം അവസാനം വന്ന ക്രിയ ആയതുകൊണ്ട് അത്തായിക്കും എന്താണ് ആത്തിൻ എന്നാണ് ക്രിയാധാതു, അല്ല ആത്തിൻ എന്നാണ് കർത്താവിന് രൂപം വരുന്നത്. മഅത്തിയുൻ വരുന്നിടത്ത് ഷദ് ഉള്ള യായതുകൊണ്ട് അവിടെ ലമ്മ് പ്രത്യക്ഷമാവും. പിന്നെ ക്രിയാധാതു ഇത്തിയാനുൻ എന്നാണ്, ഇത്തിയാൻ എന്നാണ്. അത്താ എത്തി എന്ന ക്രിയ ഇത്രയും ഡബിൾ VIP ആണെങ്കിൽ പോലും എന്താണ് 263 പ്രാവശ്യം വന്നിരിക്കുന്ന ഒരു ക്രിയയാണ്. അതുകൊണ്ട് ചില്ലറക്കാരനല്ല. ഓക്കെ, അപ്പോൾ അത്ത എഴുതി കഴിഞ്ഞു. സഅല യസ്അലു. പിന്നെയുള്ളത് റഅ ജാഅ ഷാഅ. റഅ ജാഅ ഷാഅയ്ക്ക് പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? നമുക്ക് റഅയുടെ എല്ലാ രൂപങ്ങളും പഠിക്കേണ്ടതില്ല. 14 2 16 രൂപങ്ങൾ മാത്രം പഠിച്ചാൽ മതി. റഅ റഅഉ റഅയ്ത റഅയ്തും റഅയ്തു റഅയ്ന യറ യറൗന തറ തറൗന അറ നറ ഹിയ റഅത് ഹിയ തറ. ഇത്രയും മാത്രം പഠിച്ചാൽ മതി. അതേപോലെ ജാഅ, അല്ലെങ്കിൽ ഷാ എടുക്കാം. റഅ 14 രൂപ അല്ലേ, 16 രൂപയാണ് പഠിച്ചത്. അതേപോലെ ഷായും 16 രൂപയാണ് പഠിക്കേണ്ടത്. ഷാ ഷാഉ വന്നിട്ട് ഷിഇത്ത ഷിഇത്തും എന്നാണ്, ഷിഇത്തു ഷിഇന. യഷാഉ യഷാഉന തഷാഉ തഷാഉന അഷാഉ നഷാഉ. ഇവിടെ ഒന്നും ഞാൻ ഇതിൻ്റെ റീസൺ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മൾ ഇത്തരം ഘട്ടങ്ങളിൽ ഇത് നമ്മുടെ മനസ്സിൽ ഇരിക്കണമെങ്കിൽ അതിൻ്റെ ന്യായാന്യായതകളിലേക്കോ അതിൻ്റെ വിശകലനത്തിലേക്കോ ഒന്നും പോകാതെ ജസ്റ്റ് മെമ്മറൈസ് ആസ് ഇറ്റ് ഈസ്. ചെറിയ കുട്ടികൾ സംസാരിച്ച് പഠിക്കുന്നത് അവർ പദപ്രയോഗം നടത്തുകയാണ്, പദം പ്രയോഗിച്ച് പഠിക്കുകയാണ്. അപ്പം അതേപോലെ നമ്മൾ സംസാരിച്ച് ശീലിച്ച് അല്ലെങ്കിൽ മെമ്മറൈസ് ചെയ്ത് ബൈഹാർട്ടാക്കി ശീലിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് വന്നോളും. അപ്പോൾ പിന്നെയുള്ളത് ജാഅയാണ്. ജാഅയ്ക്ക് 7 രൂപം മാത്രം പഠിച്ചാൽ മതി. ജാഉ ജിഅത ജിഅതും ജിഅതു ജിഅന. ഷാ പോലെ തന്നെയാണ്, ഷായും ജാഅയും ഒരേപോലെ തന്നെയാണ്. പക്ഷേ ഷായും ജാഅയും ഏകദേശം ഒരേപോലെയാണ്. ഒരേ 277 പ്രാവശ്യവും ജാഅ 276 പ്രാവശ്യമാണ് ഖുർആനിൽ വന്നിരിക്കുന്നത്. പക്ഷേ ജാഅയുടെ പൂർണ്ണക്രിയ മാത്രമാണ് 276 പ്രാവശ്യം വന്നിരിക്കുന്നത്. ഷാഅയുടെ പൂർണ്ണക്രിയയും അപൂർണക്രിയയും കൂടി ചേർത്തിട്ടാണ് 277 പ്രാവശ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് മെമ്മറൈസ് ചെയ്യുക, വേറെ ഒന്നും നോക്കണ്ടായിരുന്നു. പിന്നെയുള്ളത് ശ്രദ്ധടങ്ങിയ ക്രിയകളാണ്. ശ്രദ്ധടങ്ങിയ ക്രിയകൾ 3 അക്ഷര ക്രിയയിൽ ഒന്നിന് ഷദ് വന്നാൽ അതിൻ്റെ അർത്ഥം 3 അക്ഷര ക്രിയയിൽ 2 അക്ഷരമേ നമുക്ക് കാണാൻ പറ്റൂ എന്നാണ്. 2 അക്ഷരമേ കാണാൻ പറ്റൂ. ഒന്നിന് അല്ലെങ്കിൽ രണ്ടാമത്തേന് ഷദ്ദായിരിക്കും. ഒന്നാമത്തേന് ഷദ് വരുന്ന പ്രശ്നമേ ഇല്ല. ഒരു പദത്തിലും അറബി പദത്തിൽ തുടക്കത്തിൽ ഷദ്ദോ സുക്കൂനോ ഉണ്ടാവുകയില്ല എന്നത് അറബി ഭാഷയുടെ അടിസ്ഥാന നിയമമാണ്. അപ്പം അതുകൊണ്ട് ഒന്നാമത്തേന് ഷദ് ഉണ്ടാവില്ല, രണ്ടാമത്തേന് ഷദ് വരും. അങ്ങനെയാണ് 3 അക്ഷര ക്രിയയിലെ 3 അക്ഷര ക്രിയയിൽ ഒന്നിന് ഷദ് വരുന്നു. ഒന്നിന് ഷദ് വരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ 2 അക്ഷരം ഒരേപോലത്താണ്, പിന്നെ ബാക്കി ഒരു അക്ഷരം കൂടെ പ്രത്യക്ഷത്തിൽ കാണും. അങ്ങനെ 2 അക്ഷരം പ്രത്യക്ഷത്തിൽ കാണുള്ളൂ. അതിന് നമ്മൾ 2 ഉദാഹരണങ്ങളാണ് പഠിച്ചത്, വല്ലയും വന്നയും. വല്ലയും വന്നയും. നേരത്തെ നമ്മൾ നാലാൽ ഒരു മദ്ഹബ് പറഞ്ഞതുപോലെ അതേപോലെ മധ്യത്തെ അലിഫുള്ള അക്ഷരം ക്രിയ പറഞ്ഞതുപോലെ, മധ്യത്തെ അലിഫുള്ള ക്രിയ പറഞ്ഞപ്പോൾ കാല യഖൂല് പോലെയാകാം, ഖാഫ് യഖാഫ് പോലെയാകാം, സാദ യസീദ് പോലെയാകാം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വല്ല യദില്ലു പോലെ വരാം, ലന്ന യലുന്നു പോലെ വരാം,
ലന്ന യലുന്ന് പോലെ വരാം. അതിൽ ഫത്തഹ് വരുന്നത് ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. മസ്സ യമസ്സു പോലെ വരാം കേട്ടോ. മസ്സ യമസ്സു പോലെ വരാം. അതും കൂടെ ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് നല്ലതാണ്, നേരെ ക്യൂരിയോസിറ്റിക്ക്, ആകാംക്ഷയ്ക്ക് വേണ്ടി. കാരണം എന്താ, നമ്മൾ നേരത്തെ കാല യക്കൂല് പഠിച്ചു. കാല യക്കൂല് പോലെ കാല യക്കൂല് പോലെ വരാം, ഖാഫ യഖാഫ് പോലെ വരാം, സാദ യസീദ് പോലെ വരാം. അതേപോലെ ദല്ല യദില്ലു പോലെ കെസ്ർ വരാം അപൂർണക്രിയയിൽ. ലന്ന യലുന്ന് പോലെ ലമ്മ വരാം അപൂർണക്രിയയിൽ. അതേപോലെ മസ്സ യമസ്സു പോലെ ഫത്തഹും വരാം അപൂർണക്രിയയിൽ. ഓക്കെ. അപ്പോ ഷദ്ദുള്ള ക്രിയ വരുമ്പോൾ രണ്ടെണ്ണത്തിനും ഫത്തഹയെ നമുക്ക് കാണിക്കാൻ പറ്റൂ. രണ്ടെണ്ണത്തിനും ഫത്തഹയെ കാണിക്കാൻ പറ്റൂ. മധ്യത്തെ അക്ഷരത്തിന്റെ അടയാളം നമുക്ക് വെളിവാക്കി കാണിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, ഷദ് വരിക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേന് ആദ്യം സുക്കൂൻ കൊടുത്താലേ രണ്ടാമത്തേന് ഫത്തഹ് കൊടുക്കാനേ പറ്റുള്ളൂ. കാരണം എന്താണ്, അടിസ്ഥാനപരമായും അവസാനത്തെ അക്ഷരം ഫത്തഹ് ഉള്ളതാണ്. ഫഅല, ഫതഹ, ജഅല, നസറ, സമിഅ, അലിമ, ഇതെല്ലാം റളിയ, എല്ലാത്തിനും എന്താണ്, അവസാനത്തിന് ഫത്തഹാണ്. അതേപോലെ അവസാനത്തിന് ഫത്തഹ് കാണിക്കണം. അപ്പോൾ പിന്നെ ഷദ് വരുമ്പോൾ ഒന്നാമത്തേന് സുക്കൂന് കൊടുത്താലേ പറ്റുള്ളൂ. അതുകൊണ്ട് പൂർണ്ണക്രിയയെ നമുക്ക് ഒന്നാമത്തെ രൂപത്തിൽ അത് കാണിക്കാൻ പറ്റില്ല. രണ്ടെണ്ണത്തിനും ഫത്തഹ് മാത്രമേ കാണിക്കാൻ പറ്റൂ. അതേസമയം അപൂർണക്രിയ വരുമ്പോൾ നമുക്ക് വ്യക്തമാകും അത് ദല്ല യദില്ലു ആണോ, ലന്ന യലുന്നു ആണോ, മസ്സ യമസ്സു ആണോ എന്നറിയാൻ പറ്റും. ഓക്കെ. ഇനി ഏതാ ബാക്കി? ഇപ്പൊ ലന്ന കഴിഞ്ഞു, ലല്ലയും ലന്നയും കഴിഞ്ഞു. ഇനി ഹംസ അടങ്ങിയ ഒരു ക്രിയ കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താണ്? ഹംസ അവസാനത്തിൽ വന്ന ഖറഅ എന്ന ക്രിയ. അപ്പോ ഹംസ് തുടക്കത്തിൽ വന്ന അമറ പഠിച്ചു, ഹംസ് മധ്യത്തിൽ വന്ന സഅല പഠിച്ചു. അതേപോലെ ഹംസ് അവസാനത്തിൽ വന്ന ഖറഅ പഠിച്ചു. ഖറഅയില് ഖറഅ അടിസ്ഥാനപരമായും ഫത്തഹ ഇഫ്തഹ് ഗ്രൂപ്പിൽപ്പെട്ടതാണ്. ഖറഅ യഖറഉ എന്നാണ് വരുന്നത്. ഖറഅ യഖറഉ. അതിന് സാധാരണഗതിയിൽ ഫത്തഹ വന്നിരിക്കുന്നത് പോലെ തന്നെ, ഫത്തഹ എന്ന ക്രിയയുടെ പരിവർത്തന പട്ടിക പോലെ തന്നെ അതിനെ എന്ത് ചെയ്തിരിക്കുന്നു, അതിനെ ഖറഅ വായിക്കും. ഖറഅ അതിന്റെ കൽപ്പനക്രിയ വരുമ്പോൾ യഖ്റ എന്ന് പറയണം. യഖ്റ, നീ വായിക്കുന്നു, നീ വായിക്കൂ. അപ്പോൾ ഹംസ് അവസാനത്തിൽ വരുന്നതിൽ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. കഴിഞ്ഞിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഖാരിഉൻ മഖ്റൂഉൻ, ഖിറാഅത്തുൻ വ ഖുർആനുൻ, ഖിറാഅത്തുൻ വ ഖുർആനുൻ. ഖിറാഅത്ത് എന്നുണ്ട് അതിന്റെ ക്രിയാധാതു. അതേപോലെ ഖുർആനുൻ എന്നും അതിന്റെ ക്രിയാധാതു ഉണ്ട് കേട്ടോ. അതോടെ വിശദീകരണം തന്നെ എഴുതിയിട്ടുണ്ട്. 31ാമത്തെ പാഠത്തിൽ വിശദീകരണം തന്നെ എഴുതിയിട്ടുണ്ട്. ഹംസ അടങ്ങിയ മറ്റൊരു ക്രിയയുടെ കൽപ്പന രൂപമാണ് യഖ്റ. കാരണം നമ്മൾ യഖ്റ എന്ന് പഠിക്കുന്നുണ്ടല്ലോ, അവിടെ അതിന്റെ വിശദീകരണമാണ് കൊടുത്തിരിക്കുന്നത്. യഖ്റ, ഖറഅ വായിച്ചു എന്നും അതിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് യഖ്റഉ എന്നുമാണ്. അപൂർണ ക്രിയാരൂപം യഖ്റഉ എന്നുമാണ്. അതിന്റെ ക്രിയാധാതു ഖിറാഅത്തുൻ ആണെന്ന് കൂടി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക്
സ്വയം തന്നെ അതിൻ്റെ പട്ടിക ഉണ്ടാക്കാവുന്നതാണ്. ഇതിൻ്റെ മറ്റൊരു ക്രിയാധാതുവാണ് ഖുർആനുൻ. അപ്പോൾ ഖിറാഅത്തും ഖുർആനും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് ഒരു ക്രിയയ്ക്ക് രണ്ട് ക്രിയാധാതു വരുന്നുണ്ടെങ്കിൽ അതിന് ആശയപരമായ ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ആശയപരമായ വ്യത്യാസം എന്താണ്? ഖിറാഅത്തുൻ എന്ന് പറഞ്ഞാൽ വായനയും ഖുർആനുൻ എന്ന് പറഞ്ഞാൽ അധികമായ വായന. അപ്പോൾ ഈ ആനുൻ ചേർന്ന് വരുന്ന ക്രിയാധാതുക്കൾക്ക് ആധിക്യത്തിൻ്റെ ആശയമുണ്ടാവും. ഖുർആനുൻ എന്ന് പറഞ്ഞാൽ അത്യധികമായ വായന എന്നാണ് അർത്ഥം. അതോടുകൂടി ഇതിൻ്റെ ടേബിൾ കഴിഞ്ഞു. ഏത്? ക്രിയാപരിവർത്തന പട്ടിക, കർത്തരി പ്രയോഗവും കർമ്മണി പ്രയോഗവും കഴിഞ്ഞു. പിന്നീട് നമ്മൾ പ്രത്യേകം പഠിച്ച അധിക വ്യാകരണം, ഭാഷാ പഠനത്തിലെ അധിക ഭാഗം, ടെക്സ്റ്റ് ഇല്ലാത്ത ഭാഗം നമ്മൾ നേരത്തെ വിശദീകരിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ റിവിഷൻ കഴിഞ്ഞു. ഇനിയുള്ളത് ഖുർആന്റെ ഭാഗമാണ്. ഖുർആന്റെ ഭാഗം പറയുമ്പോൾ നമ്മൾ സൂറത്ത് ബയ്യന, സൂറത്തുൽ ഖദർ, സൂറത്തുൽ അലക്കിലെ 1 മുതൽ 5 വരെയുള്ള സൂക്തങ്ങൾ, ഇത്രയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഖറഅയുടെ ഹംസ് എഴുതുമ്പോൾ വ്യത്യസ്ത രൂപങ്ങളിൽ എഴുതുന്നു, പല രൂപത്തിൽ വരുന്നു. അത് തെറ്റിയാൽ കുഴപ്പമുണ്ടോന്നാണ് ബാദുഷ ചോദിക്കുന്നത്. തെറ്റിയാൽ കുഴപ്പമില്ല. ഒന്ന്, ഇൻഷാ അല്ലാഹ് നമ്മളത് സീനിയർ ലെവലിൽ കുറച്ചുകൂടി പഠിക്കും, അതിൻ്റെ എവിടെയാണ് ഹംസ എഴുതേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം ടേബിൾ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. പക്ഷെ ബാദുഷയെ സംബന്ധിച്ചിടത്തോളം എഴുതുന്നത് ബാദുഷയല്ല, അതുകൊണ്ട് നമുക്കത് ഉറപ്പുവരുത്താൻ പറ്റില്ല. ബാദുഷ അല്ലാത്ത മറ്റ് സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ നമ്മൾ എഴുതി പഠിക്കുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന്, നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, നമ്മൾ ഇതിൽ 80% പദങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഖുർആനിലെ 80% പദങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 80% പദങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഇതിലുള്ള നാം പഠിപ്പിക്കുന്ന ക്രിയകളെല്ലാം എഴുതി പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഖുർആനിലെ 80% പദങ്ങളും നമുക്ക് എഴുതാൻ പഠിച്ചു എന്നതാണ്. ഇതൊരു വലിയ സംഭവമാണ്. വേറെ ഒരു സിലബസിലും ഇങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഖറഅ എഴുതി പഠിക്കുക, നമ്മൾ നന്നായിട്ട് എഴുതി പഠിക്കുക. ഇപ്പൊ ഖറഅ വരുമ്പോൾ അലിഫിന്റെ മുകളിലാണ് ഹംസ വരേണ്ടത്. ഖറഉ വരുമ്പോഴത്തേക്ക്, അപ്പൊ ഏതിന്റെ മുകളിലൊക്കെയാണ് എഴുതുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യുക? എഴുതി പ്രാക്ടീസ് ചെയ്യുക. എഴുതി പ്രാക്ടീസ് ചെയ്തിരുന്നാൽ പ്രശ്നമില്ല. ഖറഅ വരുമ്പോഴത്തേക്ക് അലിഫിന്റെ മുകളിലാണ്. ഖറഉ വരുമ്പോഴത്തേക്ക് എന്താണ്? അപ്പൊ അടിസ്ഥാനപരമായും ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഹംസിന് ഫത്തഹാണ് വരുന്നതെങ്കിൽ അലിഫിന്റെ മുകളിൽ എഴുതണം. ഹംസിന് ലമ്മാണ് വരുന്നതെങ്കിൽ വാവിന്റെ മുകളിൽ എഴുതണം. ഹംസിന് കസ്റാണ് വരുന്നതെങ്കിൽ യാഇന്റെ മുകളിൽ എഴുതണം. ഉരിഅ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? യാഇന്റെ മുകളിൽ എഴുതണം. പക്ഷെ അങ്ങനെ യാഇന്റെ മുകളിൽ എഴുതുമ്പോൾ
യാന് ഡോട്ട് ഉണ്ടാവുകയില്ല. അതായത് അവിടെ യാ എന്തിനാ വന്നത്? ഹംസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഹംസിന് ഒരു കുർസിയായിട്ടാണ് വന്നത്, ഹംസിന് ഒരു ഇരിപ്പിടമായിട്ടാണ് വന്നത്. അങ്ങനെ ഒരു ഇരിപ്പിടമായിട്ട് യാ വരുമ്പോൾ യാന് ഡോട്ട് ഉണ്ടാവുകയില്ല. അപ്പൊ അടിസ്ഥാനപരമായ കാര്യം മനസ്സിലായല്ലോ. അലിഫിന് അല്ല ഹംസിന് ഫത്തഹാണെങ്കിൽ അലിഫിന്റെ മുകളിൽ എഴുതണം, ഹംസിന് കെസറാണെങ്കിൽ യാന്റെ മുകളിൽ എഴുതണം, ഹംസിന് ലമ്മാണെങ്കിൽ വാവിന്റെ മുകളിൽ എഴുതണം. പക്ഷേ ഈ പറയുന്ന ഹംസ് തുടക്കത്തിലാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? അലിഫിന്റെ മുകളിലും താഴെയുമായിട്ടാണ് എഴുതേണ്ടത്. തുടക്കത്തിൽ വന്നാൽ എന്ത് ചെയ്യണം? ഒന്നുകിൽ അലിഫിന്റെ മുകളിൽ അല്ലെങ്കിൽ അലിഫിന്റെ താഴെ. അലിഫിന്റെ താഴെ എഴുതുന്നത് എപ്പോഴാണ്? കെസറാണെങ്കിൽ, ഇക്രയിലല്ല. കാരണം ഇക്രയിൽ ഹംസില്ല, ഇക്രയിൽ എന്തില്ല? ഹംസില്ല, അടിസ്ഥാനപരമായ ഹംസില്ല. അതേസമയം ഈ വരുന്ന സന്ദർഭങ്ങളിൽ ഈ കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ, ഉദാഹരണം ഇസ്ബഉൻ, ഈ കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ കുറച്ചു നേരത്തെ ഈ ക്യാമറ ഓഫ് ചെയ്യാണ് ഞാൻ. അപ്പോ ഇസ്ബഉൻ പോലെ വരുന്ന സന്ദർഭങ്ങളിൽ ഈ ആണ് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അലിഫിനെ ചുവടെ എഴുതണം. അല്ല, ഉദുനൻ വരുമ്പോൾ എന്ത് ചെയ്യണം? ഉദുനൻ വരുമ്പോൾ അലിഫിന്റെ മുകളിൽ എഴുതണം. അതേപോലെ അമറ വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? അലിഫിന്റെ മുകളിൽ എഴുതി. ഓക്കെ, പിന്നെയുള്ളത് നമ്മൾ പഠിച്ചത് ബയ്യന. ലം യകുനില്ലദീന കഫറു. ലം യകുൻ നമ്മൾ നേരത്തെ ഇവിടെ പഠിച്ചിട്ടുണ്ട്, സൂറത്തുൽ ഇഖ്ലാസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലം യകുൻ. അത് തന്നെയാണ് ഇവിടെയും. സൂറത്തുൽ ഇഖ്ലാസിൽ വലം യകുൻ എന്നാണ് വാ ചേർത്തിട്ടാണ്, ഇവിടെ വാ ഇല്ലാതെയാണ് വന്നിരിക്കുന്നത്. ലം യകുൻ ആയിട്ടില്ല. ഹത്ത തഅതിയഹുമുൽ ബയ്യിനയിലെ തഅതിയഹും എന്നതിന്റെ പൂർണ്ണക്രിയ എന്താണ്? അത്ത യഅതി. അത്ത എന്നതാണ് അതിന്റെ പൂർണ്ണക്രിയ. നാം ഇന്ന് പ്രാക്ടീസ് ചെയ്തതാണ്, പഠിച്ചതാണ്, റിവൈസ് ചെയ്തതാണ്.
നെറ്റ് സ്ലോ ആയതുകൊണ്ട് ഞാൻ വീഡിയോ ഓഫ് ചെയ്തതാണ്. ഓക്കെ, ഇപ്പൊ സൗണ്ട് ക്ലിയർ ആയിരിക്കും. റസൂലും മിനല്ലാഹി, റസൂലിന്റെ ബഹുവചനം റസൂലുൻ. റസൂലുൻ, റസൂൽ വരുമ്പോഴത്തേക്ക് റാഇന് ലമ്മ്, വാവ് ഉണ്ടാവുകയില്ല. കുത്തുബുൻ കയ്യമത്തിന്, കുത്തുബിന്റെ ഏകവചനം കിതാബുൻ. വമാ ഉമിറു, ഉമിറു എന്നത് എന്ത് പ്രയോഗമാണ്? കർത്തരി പ്രയോഗമാണോ കർമ്മണി പ്രയോഗമാണോ? കർമ്മണി പ്രയോഗമാണ്. അമറ കൽപ്പിച്ചു, ഉമിറ കൽപ്പിക്കപ്പെട്ടു. ലി യഅ്ബുദുല്ലാഹ, ലി മാറ്റിയാൽ യഅ്ബുദൂന എന്ന് വരും. ലി വന്നതുകൊണ്ട് ലി യഅ്ബുദൂ എന്ന്. മുഖ്ലിസീനയുടെ ഏകവചനം മുഖ്ലിസുൻ. ذلك دين القيمة كفروا من أهل الكتاب والمشركين في نار جهنم خالدين فيها. تجري من تحتها الأنهار, തഹ്തിയുടെ വിപരീതം തഹ്ത എന്നാണ് വരിക കേട്ടോ. തഹ്ത എന്നാണ് അതിൻ്റെ യഥാർത്ഥ രൂപം. അതിൻ്റെ വിപരീതം ഫൗക. അൻഹാറുൻ ഏകവചനം നെഹ്റുൻ. ഖശി ذلك لمن ഖശിയ റബ്ബ. ഖശിയ എന്ന് നാം പഠിച്ച ഏത് ക്രിയയോട് സാദൃശ്യമുള്ളതാണ്? റദിയ. ഖശിയ റദിയ കേട്ടോ. അപ്പോൾ ഖശിയ ഭയപ്പെട്ടു എന്ന ക്രിയയെ നമുക്ക് എന്ത് ചെയ്യാം? റദിയെ പരിവർത്തിപ്പിച്ചതുപോലെ പരിവർത്തിപ്പിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഇനി ശേഷിക്കുന്നത് ഖദറും അലക്കുമാണ്. അതിലെന്തെങ്കിലും ആവർത്തിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സൂറത്തുൽ അലഖ്. ഖദറിൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. അൽഫ് 1000. അൽഫ് പഠിക്കുമ്പോൾ നമ്മൾ അഷറ, ഇഷിരീൻ, സലാസീൻ, അർബഈൻ, ഖംസീൻ, സിത്തീൻ, സബഈൻ, സമാനീൻ, തിസ്ഈൻ, മിഅ. അത് മിഅ കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണം? മിഅ, മിഅത്തൈൻ. മിഅ കഴിഞ്ഞിട്ട് പിന്നെ അൽഫാണ് പഠിക്കേണ്ടത്. മിഅ 100 കഴിഞ്ഞാൽ പിന്നെ അൽഫാണ് പഠിക്കേണ്ടത്. ഷെഹറിന്റെ ബഹുവചനം 2 എണ്ണം ഉണ്ട്. അഷ്ഹുർ എന്നും പറയും, ഷുഹൂറുൻ എന്നും പറയും. അതേപോലെ ഇതിനെന്ന് പറയുമ്പോൾ അനുമതി അല്ലെങ്കിൽ ഉത്തരം. ഉത്തരമല്ല, ഉത്തരവ്. ഉത്തരവ് അല്ലെങ്കിൽ അനുമതി. അതാണ് അത് സംബന്ധമായിട്ട് പറയാനുള്ളത്. പിന്നെയുള്ളത് അലക്ക്.
ഇക്ര നമ്മൾ പറഞ്ഞു. ഇസ്മിന്റെ ബഹുവചനം അസ്മാ ഉൻ, ഇൻസാൻ മനുഷ്യൻ എന്നത് ഏകവചനമാണ്, അതിനെ ബഹുവചനമാണ് നാസ് എന്നത്. പക്ഷേ ഇവിടെ അൽ ഇൻസാൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാ മനുഷ്യരെയും ഉപയോഗിച്ചിട്ടാണ്, മനുഷ്യവർഗം എന്നതാണ്. നാസ് എന്ന് പറയുമ്പോൾ ബഹുവചനമാണ്, ഇൻസാൻ എന്നത് ഏകവചനമാണ് എന്നാണ് അടിസ്ഥാനപരമായ നിയമം. അലക്ക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അലക്ക് ഒട്ടിപ്പിടിക്കുന്നത്. അതേപോലെ അക്രം എന്ന പദം വന്ന ഘടന കരീമുൻ, കരീമുൻ മാന്യൻ, കരീമുൻ ഔദാര്യവാൻ, അക്രമു മിൻ, അക്രമു മിൻ താരതമ്യേന ഔദാര്യവാൻ. അപ്പോ കരീം എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഡിഗ്രി, അക്രമു മിൻ എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രി, അൽ അക്രം എന്ന് പറഞ്ഞാൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇതാണ് അതിന്റെ ഘടന. കരീമുൻ എന്ന് പറയുമ്പോൾ സാധാരണ പ്രയോഗം, അക്രമു മിൻ എന്ന് പറയുമ്പോൾ താരതമ്യം ചെയ്യാൻ. അക്രമു മിൻ, അവൻ മറ്റൊരുത്തനേക്കാൾ ഔദാര്യവാനാണ്. അൽ അക്രം എന്നാൽ ഏറ്റവും ഔദാര്യവാൻ. മാലം വ്യാഴം വരെയാണ്, 5 ആയത്ത് വരെയാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ഖുർആന്റെ ഭാഗവും കഴിഞ്ഞു, ഗ്രാമർ എല്ലാം കഴിഞ്ഞു. ഇനി എന്തെങ്കിലും റിവൈസ് ചെയ്യാനുണ്ടോ? അടുത്ത ആഴ്ച നമുക്ക് എന്ത് ചെയ്യാം? പരീക്ഷ നടത്താം. റെഡിയാണോ? ബേസിക്സ് എക്സാമിനേഷൻ അടുത്ത ആഴ്ച നടത്തുക. പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ചോദ്യത്തിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരും. ആരും മിണ്ടുന്നില്ലല്ലേ? അടുത്ത ആഴ്ച പരീക്ഷ നടത്താമല്ലോ, ചോദിക്കേണ്ടതില്ല. ഇപ്പം എല്ലാം റെഡി ആയിരിക്കുള്ളൂ. എക്സാം സമയം ഇതേ സമയം തന്നെ ആയിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ക്ലാസ്സിന് വേണ്ടി നമ്മൾ നീക്കി വെച്ച സമയമാണ് 9 മുതൽ 10 വരെയുള്ളത്. സാധാരണ നമ്മൾ പരീക്ഷയെല്ലാം നടത്തുന്നത് 9 മുതൽ 10 വരെയാണ്, ഓൺലൈൻ പരീക്ഷയൊക്കെ നടത്തുന്നത്. കാരണം അതിൻ്റെ കാരണം വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ളവർ, ഇന്റർനാഷണലിലുള്ള പല ആൾക്കാരും ഉള്ളതുണ്ട് എന്നതുകൊണ്ടാണ്. പരീക്ഷയ്ക്ക് സമയം മാറ്റി നീ ഒരു അഭിപ്രായ സർവേ ഒക്കെ നടത്തേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതേ സമയം തന്നെ ആയിരിക്കുന്നത്. ഇതേ സമയം മീൻസ് 9 മുതൽ 10 വരെ. ചോദ്യം ആൻസർ ഷീറ്റ് നിങ്ങൾക്ക് അയച്ചു തരും. അത് പ്രിന്റ് എടുത്ത് വയ്ക്കുക. അക്ഷയ സെന്ററിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രിന്റിംഗ് സെന്ററിൽ നിന്ന് പ്രിന്റ് എടുത്ത് വയ്ക്കണം. അതിലാണ് എഴുതേണ്ടത്. എഴുതി കഴിഞ്ഞ് സ്കാൻ ചെയ്ത് അയക്കാനുള്ള സംവിധാനം നമ്മൾ ട്രെയിനിങ് തരും. അതല്ല നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് അയക്കാനുള്ള സംവിധാനം ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഒന്നാമത്തെ പരീക്ഷ കഴിഞ്ഞിട്ട് കവറിലിട്ട് ഒട്ടിച്ച് വയ്ക്കുക. രണ്ടാമത്തെ പരീക്ഷ കഴിയുമ്പോൾ ആ കവറും രണ്ടാമത്തെ പരീക്ഷയുടെ കൂടെ പേപ്പറും കൂടെ വേറൊരു കവറിലിട്ട് വർക്കർ അഡ്രസ്സിലേക്ക് പോസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ പ്രൊഫഷണൽ കൊറിയർ വഴി കൊറിയർ അയക്കുക. രജിസ്റ്റേർഡ് പോസ്റ്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ കൊറിയർ വഴി അയക്കുക. പ്രൊഫഷണൽ കൊറിയർ ആകുമ്പോൾ നമ്മൾ രണ്ടാമത് കൊറിയർ എടുക്കാൻ വേണ്ടി പോകേണ്ട കാര്യമില്ല. ഇവിടെ പോയി എടുക്കുകയാണ് ചെയ്യുന്നത്. ട്രിവാൻഡ്രം സിറ്റിയിലെ പോലെ ഹോം ഡെലിവറി ഇല്ല ഇവിടെ. അപ്പം അതുകൊണ്ട് നമ്മൾ പോയെടുക്കാൻ നമ്മൾ പ്രൊഫഷണൽ കൊറിയറിൽ നമ്മൾ സാധാരണഗതിയിൽ പോകാറുണ്ട്. അതുകൊണ്ട് പ്രൊഫഷണൽ കൊറിയറിൽ അയച്ചാൽ എളുപ്പമായിരിക്കും. അതല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് അയക്കുക. ഖുർആനും ഗ്രാമറും ജോയിൻ്റ് അല്ല, സെപ്പറേറ്റ് കേട്ടോ. ഖുർആന്റെ കൂടെയാണ് നമ്മൾ ഖുർആനിൽ നിന്നും തിരഞ്ഞെടുത്ത കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ, ആ ചോദ്യങ്ങളൊക്കെ വരുന്നത് ഖുർആന്റെ ഭാഗത്താണ് വരുന്നത്. ഗ്രാമറിൽ പഠിച്ച കാര്യങ്ങൾ ഗ്രാമറിൽ ടെക്സ്റ്റിൽ ഇല്ലാത്ത കുറച്ച് ഗ്രാമർ നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ്? നാമവും നാമവിശേഷണവും, അതേപോലെ കസ്ർ വരുത്തുന്ന പദങ്ങൾ,
സംബന്ധിക വിഭക്തി, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഗ്രാമറിലാണ് വരുന്നത്. ഫസ്റ്റ് പേപ്പറാണ് അറബിക്. പേപ്പർ 1 അറബിക് അടുത്ത ആഴ്ച. അതിൻ്റെ അടുത്ത ആഴ്ച പേപ്പർ 2 ഖുർആൻ. ഓക്കെ, ഒരാഴ്ച കൂടി ഖുർആൻ പഠിക്കാൻ വേണ്ടി സമയമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ തിരഞ്ഞെടുത്ത വിഷയങ്ങളൊക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ അതിൽ പഠിച്ചു വയ്ക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ യഥാവിധി വായിക്കാനും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. എന്ന് തന്നെയല്ല, എല്ലാ നിലയ്ക്കുമുള്ള വിജ്ഞാനം അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഖുർആൻ പഠിക്കുക മുഖേന മാത്രമേ എല്ലാ നിലയ്ക്കുമുള്ള വിജ്ഞാനം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയൂ. അടിസ്ഥാനപരമായും അങ്ങനെ പല രീതിയിലും നമുക്ക് അതിനെ വിശദീകരിക്കാൻ പറ്റും. അതേപോലെ അള്ളാഹു ഈ സമീപ സമയങ്ങളിലായി പകർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന സാംക്രമിക രോഗങ്ങൾ, പകർച്ചവ്യാധികളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു ഈ ലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ പ്രദാനം ചെയ്യണം തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. سبحان الله وبحمده، سبحانك اللهم وبحمدك، نشهد أن لا إله إلا أنت ونستغفرك ونتوب إليك. صلى الله تعالى وسلم على خير خلقه محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. സിസ്റ്റം നമ്മൾ ക്ലോസ് ചെയ്യണം, സമയം ഒരുപാടായിരിക്കുന്നുണ്ട്. ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതേപോലെ കാര്യമായ തടസ്സം കൂടാതെ ക്ലാസ് നടന്നതിൽ അല്ലാഹുവിനും ശുക്രും ഹംദും അറിയിക്കുന്നു. ആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.